കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാഘവൻ സത്യയോട് ചോദിക്കണേ, അല്ല മോളുടെ അമ്മ വന്നില്ലേ? അമ്മ വന്നിട്ടുണ്ട്, മുറ്റത്ത് നിൽക്കുവാണ്, നമുക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന്. അത് കേൾക്കുന്നതും ഭാവ മനസ്സിൽ പറയണേ, നന്നായി അവൾ അകത്തേക്ക് വരാഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന് പിണക്കം മാറ്റി വെക്കുന്ന കാരണം അവളെയും കൂടി അകത്തേക്ക് ആനയിക്കേണ്ടി വന്നേനെ. ഈ സമയം അത് കേൾക്കുമ്പോൾ വിഷ്ണുവിനും രാഘവനൊക്കെ അല്ലാതെ സങ്കടമൊക്കെയാണ്. വിഷ്ണു അങ്ങനെ മുറ്റത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുകളിൽ നിന്ന് ആരും കാണാതെ മാറി സംസാരിക്കുന്ന മധുശ്രീനെയും കാർത്തികേനെയുമാണ്. അന്നേരം മധുശ്രീ കാർത്തികയോട് പറയണേ, ഞാനിന്ന് വന്നിരിക്കുന്നത് നിനക്കൊരു ഗുഡ് ന്യൂസുമായിട്ടാണ്. ന്യൂയോർക്കിലുള്ള എൻ്റെ ഫ്രണ്ട്സ് നിൻ്റെ ഹർഷനെ തപ്പി കണ്ടുപിടിച്ചു, അവനോട് സംസാരിക്കുകയും ചെയ്തു. അന്നേരം അത് കേൾക്കുമ്പോൾ കാർത്തികയ്ക്ക് ഒത്തിരി സന്തോഷമാകണേ. സത്യമാണോ മധുശ്രീ നീ പറയുന്നത്? അതേന്നേ സത്യമാണ്. അവനോട് നിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, മാത്രമല്ല നിൻ്റെ നമ്പർ എൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുമുണ്ട്. അന്നേരം കാർത്തിക് ചോദിക്കണേ, അല്ല ഹർഷൻ്റെ നമ്പർ കിട്ടിയില്ലേ? അത് പിന്നെ അവൻ അവിടുത്തെ കമ്പനി ഫോണാണ് യൂസ് ചെയ്യുന്നത്, അത് ഓരോ പ്രാവശ്യം മാറി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ആ നമ്പർ കിട്ടിയാലും അത് ചിലപ്പോൾ നീ വിളിക്കുമ്പോൾ വേറെ ഏതെങ്കിലും എംപ്ലോയീസിൻ്റെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അതുമാത്രമല്ല ആ കോൾ ടാപ്പും ചെയ്യുന്നുണ്ട്. അവൻ മറ്റുള്ളവർക്ക് നിന്റെ നമ്പർ കിട്ടുന്നത് ഹർഷന് താല്പര്യമില്ല. അതുകൊണ്ട് അവൻ ഉടനെ തന്നെ അവൻ സ്വന്തമായിട്ടൊരു ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നിന്റെ നമ്പറിലേക്ക് വിളിച്ചോളാമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുക. ഹർഷനെ ഞാൻ കണ്ടെത്തി നിൻ്റെ കാര്യങ്ങളെല്ലാം അറിയിച്ചു. ഇനി നീ എനിക്ക് തന്ന വാക്ക് നീ പാലിക്കണം. അന്നേരം കാർത്തിക് ചോദിക്കണേ, അല്ല മധുശ്രീ ഇന്നോട്ടൊരു മരണം നടക്കുമെന്ന് നീ പറഞ്ഞത് സത്യമാണോ? അതെ, അത് സത്യമാണ്. അതുമാത്രമല്ല ആ മരണം നടക്കാൻ പോകുന്നത് നിൻ്റെ കൈകൊണ്ടുമായിരിക്കും. അങ്ങനെ അത് കേട്ട് പേടിയോടുകൂടി നിൽക്കുകയാണ് കേട്ടോ കാർത്തിക. പിന്നീട് കാണിക്കുന്നത് മുറ്റത്ത് നിൽക്കുന്ന ശാലിനിയാണ്. ഈ സമയം വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് എത്തുക. അങ്ങനെ വിഷ്ണുവിനെ കാണുന്നതും ശാലിനിയാണെങ്കിൽ ആകെ വല്ലാണ്ടാകുവാണ് കേട്ടോ. ശാലിനി അങ്ങനെ വിഷ്ണുവിന് മുഖം കൊടുക്കാതെ നിൽക്കുവാണ്. ഈ സമയം വിഷ്ണു പറയണേ, ശാലിനി അകത്തേക്ക് വാ. എന്തിനാ വിഷ്ണു ഏട്ടാ, എല്ലാം കഴിഞ്ഞില്ലേ? അന്നേരം വിഷ്ണു, അത് പിന്നെ ശാലിനി എല്ലാം സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമായിരിക്കും. ആ സമയം ശാലിനി വിഷ്ണുവിനെ തടഞ്ഞുകൊണ്ട് പറയണേ, വേണ്ട വിഷ്ണു ഏട്ടാ, സാഹചര്യങ്ങൾ ഒരാൾക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. ഇവിടെ നിന്നും കണ്ണത്തെ ദൂരത്തേക്ക് പോയപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ജീവിതത്തിനോടുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അകൽച്ച ശരീരത്തിന് മാത്രമാണെന്ന്, മനസ്സുകൾ തമ്മിൽ ആർക്കും വേർപിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുകയാണെന്ന്, ദൈവത്തിന് പോലും നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തകർന്നു പോയില്ലേ, ആ വിശ്വാസമെല്ലാം പൊട്ടിപ്പോയില്ലേ? അങ്ങനെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുക. ഈ സമയം വിഷ്ണു മനസ്സിൽ പറയണേ, എടോ എൻ്റെ ജീവനെ ഒട്ടിപ്പിടിച്ച് തന്നെയായിരിക്കുന്നത്, അതാർക്കും പറിച്ചു കളയാനായിട്ടാവില്ല. ഇതെല്ലാം വെറും ഒരു നാടകം മാത്രമാണ്, തന്നെ കൊണ്ട് സത്യം പറയിക്കാനുള്ള നാടകം. അതെനിക്കിപ്പോൾ തന്നോട് പറയാനാവില്ല ശാലിനി എന്നൊക്കെ പറഞ്ഞ വിഷ്ണു സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയം ശാലിനി പറയണേ, എന്തെങ്കിലും തെറ്റിദ്ധാരണയില്ല മാറി സത്യാമ്മനെ സ്വീകരിക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. എന്നാൽ ഇപ്പം അതൊന്നുമില്ല. മുങ്ങിത്താഴുന്നതിന് മുമ്പ് ഒരു വെപ്രാളം ഉണ്ടായില്ലേ? കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ആ വെപ്രാളം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പ്രാണവായു കൂടിയില്ലാത്ത അവസ്ഥ. അന്നേരം ഇതെല്ലാം കേട്ടിട്ട് വിഷ്ണു പറയണേ, എല്ലാം ശരിയാവും. അത് കേൾക്കുമ്പോൾ ശാലിനി ചോദിക്കണേ, എന്ത് ശരിയാവുമെന്ന്? ഒരാൾക്ക് പ്രാണവായു ഇല്ലാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഈ സമയം വിഷ്ണു പറയണേ, എന്താണെങ്കിലും താനകത്തേക്ക് വാ, അവിടെ എല്ലാവരും കാത്തിരിക്കുക. ആര് കാത്തിരിക്കുവാണെന്ന്? കാത്തിരിക്കാൻ ഒരാളുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അയാൾക്ക് പോലും എന്നെ വേണ്ട. എടോ ശാലിനി, ഇത് കുട്ടികളുടെ ബർത്ത്ഡേ അല്ലേ, താനുകൂടി അകത്തേക്ക് വന്നാലേ എല്ലാവർക്കും സന്തോഷമാകുള്ളൂ. അന്നേരം ശാലിനി പറയണേ, ഇല്ല, ഞാൻ അകത്തേക്ക് വന്നാൽ എല്ലാവരുടെയും സന്തോഷം കെടും. അത് വേണ്ട, വിഷ്ണുവേട്ടൻ പോ. ഈ സമയം വിഷ്ണു ശാലിനിയുടെ കൈ പിടിക്കുക. എടോ വാടോ. എന്നാൽ ശാലിനിയാണെങ്കിൽ അവിടെ നനങ്ങുന്നില്ല കേട്ടോ. ഈ സമയം ഭാമ അകത്തുനിന്ന് വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. ഈ സമയം വിഷ്ണു വീണ്ടും ശാലിനി വിളിക്കണം, ശാലിനി വാ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ ചെല്ല്, ഞാൻ വരില്ല. അങ്ങനെ വിഷ്ണു സങ്കടത്തോടെ ശാലിനിയുടെ കൈവിട്ട് ശാലിനി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് തിരിച്ച് സങ്കടത്തോടെ കയറി പോകുവാണ്. ഈ സമയം ശാലിനിയാണെങ്കിൽ ഒത്തിരി സങ്കടത്തോടെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മധുശ്രീയും കാർത്തിക്കും തമ്മിൽ സംസാരിക്കുന്നതാ. കാർത്തിക് പറയണേ, മധുശ്രീ നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അന്നേരം മധുശ്രീ പറയണേ, ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം, അപ്പോൾ നിൻ്റെ പേടിയൊക്കെ മാറിക്കോളും. ദേ ഇത് കണ്ടോ, ഈ മരുന്നാണ്, ഈ മരുന്നുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആളുടെ മരണം ഉറപ്പാ. ആർക്കും നീയാണ് കൊന്നേന്നോ ഇതിന് പിന്നിൽ നീയാണെന്നോ സംശയിക്കാൻ പോലും ഒരു അവസരം ഉണ്ടാവില്ല. ഇത് കാണുമ്പോൾ ചെറിയൊരു മരുന്നായിട്ട് തോന്നും, പക്ഷേ ഇതിൽ പലതരം കെമിക്കൽസ് ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു മാരക വിഷമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഛർദിയോ ചോര തുപ്പലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു മണിക്കൂറിനുള്ളിൽ ആൾ മയങ്ങി വീഴും. ആ മയക്കത്തിൻ്റെ ഇടയിൽ ഒരു ഹൃദയാഘാതം, വളരെ നാച്ചുറലായിട്ടുള്ള മരണം. നിൻ്റെ നേർക്ക് സംശയത്തിൻ്റെ കണക്ക് പോലും ഉണ്ടാവില്ല. പിന്നെ നമ്മളത് മിക്സ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ബർത്ത്ഡേ കേക്കിലാണ്. അങ്ങനെ ആ കേക്ക് എല്ലാവരും കഴിക്കുമല്ലോ, കഴിച്ചാൽ ഒരാൾക്ക് മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവരും ആലോചിക്കും. കേക്കിൽ നിന്ന് ആ വിഷം വന്നതെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റും അറിയാൻ പറ്റും. അപ്പോൾ കേക്കിലെ ഒരു ഭാഗത്ത് മാത്രമേ വിഷാംശം ഉണ്ടാവുകയുള്ളല്ലോ. അത് കേക്ക് മേടിച്ച സ്ഥലത്തേക്ക് കുറ്റം പോകും. ആ ബേക്കറിക്കാരനെ ആദ്യം സംശയിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നിന്നിൽ നിന്ന് സംശയം
മാറ്റാനായിട്ട് പറ്റും. ആർക്കും ഒരു സംശയത്തിൻ്റെ കണിക പോലും നിൻ്റെ മേലുണ്ടാവില്ല. അന്നേരം കാർത്തിക് ചോദിക്കണേ, ഓ നല്ല വലിയ പ്ലാനാണല്ലോ. പ്ലാനിങ് ഒക്കെ കൊള്ളാം, പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനെന്താ നിൻ്റെ കളിപ്പാവയാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? അന്നേരം മധുശ്രീ ചിരിച്ചുകൊണ്ട് പറയണേ, അതെ, നീ എൻ്റെ കളിപ്പാവ തന്നെയാ. എൻ്റെ ചൂണ്ടുവിരൽ ചലിക്കുന്ന വെറും ഒരു പാവ മാത്രം. നമ്മൾ തമ്മിലുള്ള കരാർ നിനക്ക് ഓർമ്മയില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നിൻ്റെ ഹർഷനെ ഞാൻ കണ്ടുപിടിച്ചു തന്നു. അതിന് പകരമായിട്ട് നീ എനിക്ക് ഈ കാര്യം ചെയ്തു തന്നിരിക്കണം. അന്നേരം കാർത്തിക് പറയണേ, അല്ല, നീ അതിന് പകരമായിട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞത് വിഷ്ണുവിനും ശാലിനിയും തമ്മിൽ ഒരിക്കലും ചേരാനാവാത്ത വിധം അകറ്റണം എന്നല്ലേ? അന്നേരം മധുശ്രീ പറയണേ, അതെ, അന്ന് എനിക്ക് അങ്ങനെ പറയാനും തോന്നിയത്. ഇപ്പം എനിക്കിങ്ങനെയാണ് നല്ലതെന്ന് തോന്നി. അവർക്കിടയിൽ ഒരു മരണം കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിൻ്റെ നൊമ്പരത്തിൽ അവർക്കൊരിക്കലും ഒന്നിക്കാൻ പറ്റില്ല. എന്താ, നിനക്കത് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒറ്റൊരു കോള് മതി. നിൻ്റെ മറ്റവനുണ്ടല്ലോ, നിന്നെ കല്യാണം കഴിക്കാൻ പോയിട്ട് അതിന് പറ്റാതെ പോയവൻ, അവൻ നിന്നെ തേടി നടക്കുക. ഞാനൊന്ന് വിളിച്ചാൽ മാത്രം മതി, അവൻ പാഞ്ഞെത്തും. എന്താ അവൻ്റെ പേര്? എന്താടി അവൻ്റെ പേര്? അന്നേരം കാർത്തിക മനസ്സിൽ പറയണേ, ഓ അത് ശരി, അപ്പോൾ അവൻ്റെ നമ്പർ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്, പേര് ഓർമ്മയില്ല. ശേ, അവൻ്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞ് മധുശ്രീ വീണ്ടും ആലോചിക്കുകയാണ് കേട്ടോ. ഇതേസമയം കാർത്തിക പറയണേ, അല്ല, നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അന്നേരം മധുശ്രീ ചോദിക്കണേ, ഏത് കാര്യം? അവൻ്റെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമാണോ? അല്ല, അതല്ല, ഹർഷനെ നിൻ്റെ ഫ്രണ്ട്സ് കണ്ടു എന്ന് പറഞ്ഞ കാര്യം. നീ ചിലപ്പോൾ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെങ്കിലോ? അന്നേരം മധുശ്രീ പറയണേ, നിന്നെ വിശ്വസിപ്പിക്കാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഹർഷൻ ഫോൺ ഉപയോഗിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അന്നേരം കാർത്തിക് പറയണേ, അല്ല, ഹർഷനെ കണ്ടെന്ന് പറഞ്ഞ് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പർ തന്നാലും മതി, ഞാൻ അവരോട് സംസാരിക്കാം. ഈ സമയം മധുശ്രീ പറയണേ, അതിനെന്താ, ഞാൻ എൻ്റെ ഫ്രണ്ട് ജെറിയുടെ നമ്പർ തരാം. എന്നിട്ട് മധുശ്രീ മനസ്സിൽ ആലോചിക്കണേ, എന്താണെങ്കിലും ജെറിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എത്ര നന്നായി. അതുകൊണ്ട് തന്നെ ഇവളിനി എന്ത് ചോദിച്ചാലും അവൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞോളും. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് മധുശ്രീ ജെറീൻ്റെ നമ്പർ ഡയൽ ചെയ്ത് കാർത്തിക കൊടുക്കുവാണ്. അങ്ങനെ കാർത്തിക ആ ജെറീനോട് ഫോണിലോട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഫോൺ കട്ടാക്കി കാർത്തിക അതിൽ നിന്നും ജയശങ്കറിൻ്റെ നമ്പർ കണ്ടെത്തി ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മധുശ്രീ വിചാരിക്കണേ, ഇവൾ എന്താ ആലോചിക്കുന്നത്? ഓ, ചിലപ്പോൾ ഹർഷനോത്തുള്ള പ്രണയ നിമിഷങ്ങളെപ്പറ്റി ഓർത്ത് നിൽക്കുമായിരിക്കും. അങ്ങനെ മധുശ്രീയുടെ ശ്രദ്ധയപ്പെടാതെ ജയശങ്കറിൻ്റെ നമ്പർ അതിൽ നിന്നും ഡിലീറ്റ് ചെയ്യുവാണ് കാർത്തിക. എന്നിട്ട് ഫോൺ മധുശ്രീക്ക് തന്നെ തിരികെ കൊടുക്കുക. എന്താ, ഇപ്പം നിനക്ക് വിശ്വാസമായോ എന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ കാർത്തിക പറയണേ, നീ പറഞ്ഞതുപോലെ തന്നെയാണ് നിൻ്റെ ഫ്രണ്ട് ജെറിയും പറഞ്ഞത്. അന്നേരം മധുശ്രീ പറയണേ, അപ്പോൾ പിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി നീ ചെയ്യുകയല്ലേ? അന്നേരം കാർത്തിക പറയണേ, പക്ഷേ നീ ഏൽപ്പിച്ച ജോലി ചെയ്യാനേ എനിക്ക് തീരെ താല്പര്യമില്ല. ഈ വശം ഞാൻ ആർക്കൂടെ കൊടുക്കാൻ പോകുന്നില്ല. നീ എന്താ പറയുന്നത്? ഞാൻ മറ്റവനെ വിളിക്കണോ? അന്നേരം കാർത്തിക പറയണേ, അവൻ്റെ നമ്പർ നിൻ്റെ ഫോണിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എപ്പോഴും ഒരിക്കൽ നിൻ്റെ വണ്ടിക്ക് മുമ്പിൽ ചാടിയവനല്ലേ അവൻ. അവനെ ഇനി നിനക്കൊരിക്കലും കണ്ടുപിടിക്കാനും പറ്റില്ല. അവനെ വിളിക്കാനാണെങ്കിൽ നിൻ്റെ നമ്പറും ഇല്ല. അവൻ്റെ പേര് പോലും പറഞ്ഞില്ലേ നീ? പിന്നെ ഹർഷൻ്റെ കാര്യം, നിൻ്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ച് ഹർഷനോട് എന്തെങ്കിലും ഇല്ലാത്ത കഥകൾ നീ പറയാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഹർഷനും ഞാനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് സ്ട്രോങ്ങാണ്. അവൻ എന്നെക്കുറിച്ച് എന്ത് കഥ കേട്ടാലും അതൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ല. അങ്ങനെയുള്ള മാനസിക അടുപ്പം ഞങ്ങൾക്കിടയിലുള്ളത്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന മധുശ്രീക്ക് അങ്ങ് ഭ്രാന്ത് കയറുവാണ്. എൻ്റെ പ്ലാനെല്ലാം പൊളിഞ്ഞോ? എന്നാലും ഇവളെന്നെ ഇങ്ങനെ ചതിച്ച് കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞ് ടെൻഷനോട് കൂടി ആലോചിച്ച് നിൽക്കുകയാണ് മധുശ്രീ. ഇതേസമയം ജയശങ്കർ പോലീസിനെ കുട്ടി ബാമേൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുവാണ്. ഈ സമയം മുറ്റത്ത് തന്നെ നിൽക്കുമായിരിക്കും ശാലിനി. അങ്ങനെ ശാലിനി ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്